പറഞ്ഞ സമയത്ത് പാർട്ടിക്ക് ക്യാഷ് എത്തിക്കാത്തതുകൊണ്ട് നമ്മളോട് അവർക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുക. ആ റെപ്രസെന്റേറ്റീവ്മാരാണ് പണം എടുത്തിരിക്കുന്നത്. അവന്മാരെവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ച് പണവുമായി നിങ്ങൾ തിരിച്ചു വരാവും. എതിർത്താൽ തട്ടിക്കളയാനും മടിക്കണ്ട. ഒരു കാര്യം മാത്രം ഓർത്തോ, ഇക്കാര്യത്തിൽ ഇനിയൊരു എക്സ്ക്യൂസും എനിക്ക് കേൾക്കേണ്ടി വരരുത്. ഓക്കെ? കുറച്ചുകൂടെ ഒഴിക്കട്ടെ ചെറിയ മാമ. മാമയോ? ഞാൻ നിന്റെ ബ്രോക്കറാണോടാ കുട്ടിത്തേവാങ്ങ്? എടാ, ഇവിടെ നടക്കണ എന്താണെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഈ പച്ചയും കുത്തി വന്നിരിക്കുന്നത്. ഇതൊക്കെ വരച്ചു വെച്ചതാ. ഈ ശ്രീകൃഷ്ണനെ കണ്ട വെള്ളം തൊട്ടാ മാഞ്ഞു. നിനക്ക് വല്ല പച്ചയും കുത്തുന്നാടെ? എനിക്ക് ശ്രീകൃഷ്ണനൊന്നും വേണ്ട, പിന്നെ അമിതാഭ് ബച്ചനെ മതി. ഓക്കെ, ഞാൻ സാംസണിനെ വിട്ട പിന്നെ ഫിലിം റെപ്രസെന്റേറ്റീവ് സാംസൺ അല്ല. അയാളെ എനിക്ക് അറിഞ്ഞൂടാ. അയാളെ എനിക്ക് യാതൊരു പരിചയമില്ല. നമ്മൾ തമ്മിൽ സംസാരിച്ചൊന്നും വേറെ ആർക്കും പറയണ്ട. നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. ഓക്കെ? ഏതായാലും വിക്രമന്റെ സംഘത്തിൽ നുഴഞ്ഞു കയറാൻ പറ്റിയതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി. പാപ്പിച്ചേട്ടന്റെ കൊലപാതകത്തിൽ അയാൾക്ക് യാതൊരു പങ്കുമില്ല. പിന്നെ ആരാണ് കൊല ചെയ്തിരിക്കുന്നത്? പോലീസ് നമ്മളെ പിടിക്കുന്നതിന് മുമ്പ് യഥാർത്ഥ കുറ്റവാളികളെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. പോലീസിന്റെ ജോലി നമ്മൾ ഏറ്റെടുക്കാനോ? രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അത് വേണ്ടിവരും. കൊള്ളാം. പോലീസ് തന്നെ നമ്മളെ തപ്പി നടക്കുമ്പോ പോലീസിനെ വെട്ടിച്ചുകൊണ്ട് ഒരു പോലീസ് മോഡൽ ഇൻവെസ്റ്റിഗേഷൻ. എടാ, അതല്ലാതെ വേറെ വഴിയില്ല. നമുക്ക് ആ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടികളൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. തിയേറ്ററിൽ ചെന്ന് അവര് പോലീസിൽ വിവരം അറിയിക്കില്ലേ? എന്നാൽ നമുക്ക് ആദ്യം ആ പാപ്പിച്ചേട്ടന്റെ അസിസ്റ്റന്റ് കൃഷ്ണൻകുട്ടിയെ രഹസ്യമായി ചെന്നൊന്ന് കണ്ടാലോ? അത് കറക്റ്റ്. അവന്റെ കയ്യിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഹിന്റ് കിട്ടാതിരിക്കില്ല. ഇതാ പാപ്പിച്ചേട്ടന്റെ അസിസ്റ്റന്റ് കൃഷ്ണൻകുട്ടിയല്ലേ? ഇവനാണ് ആകെ മാറിയിരിക്കുന്നല്ലോ. നീ ഇവിടെ ഇരുന്നോ, ഞാൻ ഒന്ന് പോയി നോക്കിട്ട് വരാം. കൃഷ്ണൻകുട്ടി, വാഴക്കുളത്തൊരു തിയേറ്റർ കൊടുക്കാനുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ? കാശ് മുടക്കിയുള്ള ഒരു ഏർപ്പാടും തൽക്കാലം വേണ്ട. ഇത്രയും കാശ് എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാ നീ എന്തിനാ എങ്ങനെ പേടിക്കുന്നത്? ആ റെപ്രസെന്റേറ്റീവ്സ് മുങ്ങി നടക്കുന്നിടത്തോളം കാലം നിന്നെ ആരും സംശയിക്കാൻ പോകുന്നില്ല. പതുക്കെ പറയടാ. വെള്ളം അടിക്കുന്നതിന് മുമ്പ് തലയ്ക്ക് പിടിച്ച. എന്താ നിന്റെ പരിപാടി? എടാ, എന്താ നിന്റെ പരിപാടിന്ന്? കുറച്ചു നാള് നമുക്ക് വല്ല ബോംബെയിലോ മദ്രാസിലോ മാറിയിരിക്കാം. അതല്ലേ ബുദ്ധി. സാറിനെ അന്വേഷിച്ച ആളൊന്നിരിക്കുന്നു. ആരാ? ആരാന്ന് പറഞ്ഞില്ല. എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്ന്. അവിടെ ഹലോ, നമ്മളാണോ വിളിച്ചത്? എനിക്കറിയില്ല. മാന്യമായി അവമാനിച്ചോണ്ടല്ലോ. കൂടുതൽ ഒച്ചയും ബഹളമൊന്നും വേണ്ട. ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്താ ഉണ്ടായെന്ന് പറ. എനിക്കറിയില്ല എന്ന് പറഞ്ഞല്ലേ? കൈ തറ പട്ടി. നിന്നെ കൊണ്ട് പറയിക്കാൻ ഞാൻ പറയാം. നിങ്ങൾ ഫിലിം പെട്ടിയുമായി വന്നന്ന് ഭക്ഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു ചാക്കേട്ട് മരിച്ചടിച്ച് നിങ്ങൾ രണ്ടുപേരും തിയേറ്ററിന് പുറകിലുള്ള കുറ്റിക്കാട്ടിലേക്ക് പോകുന്നത് പാപ്പിച്ചേട്ടൻ കണ്ടത്. പാപ്പിച്ചേട്ടൻ അത് എന്നെയും വിളിച്ച് കാണിച്ചു. ചാക്കിൽ കൊണ്ടുപോയി വെച്ചാൽ എന്താണെന്ന് അറിയാൻ ഞങ്ങൾ നിങ്ങളെ അന്വേഷിച്ചു. സെക്കൻഡ് ഷോ കഴിഞ്ഞ് നിങ്ങളെ കാണാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ചാക്കിനടുത്തെത്തി. ഇവിടെ കാണുന്നില്ലത്. ഇത് എവിടെ കൊണ്ട് വച്ചിരിക്കണം? ബഹളം വയ്ക്കാതെ പാടി. ഇതാ കിടക്കണ. അയക്കി കാശാണല്ലോ. എടാ, ഇത് നോട്ട് കിട്ടുന്നതാണല്ലോടാ.
ഇതുവല്ല കള്ളനോട്ടൂലായിരിക്കും ആശാനെ. അയ്യോ, നിനക്ക് പേടിയില്ല, നീ എടുക്കണ്ട. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ എടുത്തോളാം. നമുക്ക് പപ്പാതി എടുക്കാം. ഏത് പാതി? പപ്പാതി ആശാനെ, ഏത്? ഇത് ഒരുമാതിരി. ഓടാ പട്ടി. ഇത് നീ എടുത്തു വെച്ചോ. ഇത് ആർക്ക് വേണം? എനിക്ക് എന്റെ പകുതിയും വേണം. പകുതിയോ? നിനക്ക് എന്ത് ഉത്തരവാദിത്തമാണുള്ള കഴുതേ? എനിക്ക് 3 പെമ്പിള്ളേർ കെട്ടിച്ചയക്കാനുള്ള. നീ ഒറ്റത്തടിയല്ലേ? ഒരുമാതിരി വൃത്തിയട്ട വർത്താനം പറഞ്ഞത് കേട്ടോ. വൃത്തിയിട്ട വർത്താനം പറഞ്ഞു നീ എന്ത് ചെയ്യടെ? എരപ്പേ എന്തോ ചെയ്യുന്നു? ഇനി എന്റെ സോമർ. എന്ത് സോമറേ? എടാ, ഇതൊന്നൊരു ശരി കാശ് പോലും ചോദിക്കാൻ തരില്ല. വീട്ടിൽ പോകില്ല. വീട്ടിൽ പോകാം. സമ്മതം വേണോ? ഈ വിവരമെല്ലാം നീ പോലീസിന്റെ അടുത്തുകൂടി ഒന്ന് പറയണം. വരട്ടെ, ആ കാശും കൂടി എടുത്തിട്ട് വേണം പോലീസിന്റെ അടുത്ത് പോവാൻ. അതെവിടാ നീ വെച്ചിരിക്കുന്നത്? ഹലോ, ജ്യേഷ്ഠന്റെ പണം ഞാൻ തന്നെ കണ്ടുപിടിച്ചു. അയ്യോ, അനിയൻ ജ്യേഷ്ഠന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അതൊന്നും സാരമില്ല. എവിടെ നിന്ന് കിട്ടിയ ഐഡിയ ഒക്കെ? ഐഡിയയോ? ഹിന്ദി സിനിമ ധാരാളം കാണാറുണ്ടല്ലേ? ഈ പണം കണ്ടുപിടിക്കുന്നതിനിടയില് മാല നഷ്ടപ്പെട്ടു. പച്ചയോടെ തന്നെ ഉണ്ട്. ഈ ഫിലിം പെട്ടി കേസിൽ ഇനി ഒരു കണ്ണി പോലും ബാക്കി ഉണ്ടാവരുത്. 3 എണ്ണത്തിന് തട്ടേര്. പണം ഇന്ന് തന്നെ ചാവക്കാട് എത്തിക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തിരിക്കണം. മനസ്സിലായോ? അറ്റാക്ക്. ചേട്ടാ, പെട്ടെന്ന് കഴിച്ചിട്ടു. 50-50 എടുക്കാം.
അമിതാഭ് ബച്ചന്റെ ബിസ്ക്കറ്റ് കളയല്ലേട്ടാ. സാർ ഈ ഘട്ടം കഴിച്ചു പതി എടുക്കാം. പറ്റിക്കോ? സത്യമായിട്ടില്ല, അത് കഴിച്ചുവിട്ടാൽ എന്റെ സ്വഭാവം മനസ്സിലാവുള്ളൂ. അയ്യോ, എന്റെ മുഖത്തിന്റെ ബിസ്ക്കറ്റ് എന്താ? കള്ള ജ്യേഷ്ഠ, ഈ കേസിൽ ഒരു കണ്ണി പോലും ബാക്കി വെക്കില്ലല്ലേ? നടക്കണം, അവിടെ നിൽക്കണം. മിസ്റ്റർ ഗോപിനാഥ്, നിങ്ങളല്ലേ അന്ന് ആ കള്ളക്കടത്തുകാരെ പിടിക്കാൻ ഞങ്ങളെ സഹായിച്ചത്? അതെ സാർ. സാർ ഇത് എന്റെ ഫ്രണ്ട് സാംസൺ. ഞങ്ങൾ രണ്ടുപേരും കള്ളക്കടത്തുകാർക്കെതിരെ സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹലോ. ദേ, ഇതാണ് കക്ഷികൾ. വലിയാൻ നോക്കണ്ട. ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തന്നെ കണ്ട അന്നേ ഞാൻ നോട്ടമിട്ടതാ. ഫിലിം വെട്ടി മാറിപ്പോയ സംഭവമാണ് ഇപ്പൊ ഈ നഗരത്തിലെ സംസാര വിഷയം. ചൂടാറും മുമ്പേ അത് സിനിമയാക്കാൻ പോവുകയാണിവർ. ഇത് ഡയറക്ടർ, ഹലോ. ഇത് പ്രൊഡ്യൂസർ. ഹലോ. അതിലൊരു വേഷം നിന്റെ ഗോപിനാഥ മേനോന് കൊടുക്കാമെന്ന് ഇവർ സമ്മതിച്ചിരിക്കുകയാണ്. ഇവിടെ ഞാനാണ് അതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ. സ്വാമി, എന്നെ അല്ല പൊക്കൊണ്ടത് അവനെ.